we have no idea. The dispatch said they will contact us back, and then it's been some time. They haven't contacted us. സാറേ, നമ്മൾ മറ്റേ ബ്രോക്കറാണ് വിളിച്ചതേ. നമ്മൾ ഇന്നാളെ ഒരു ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് എടുത്തില്ലായിരുന്നു അവിടുന്ന് തന്നെ. അപ്പം നമ്മുടെ 5126 അവിടെ ലോഡഡായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതവിടെ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോവാം. എനി ടൈം ഫ്രം ആഫ്റ്റർനൂൺ ലോഡ് റെഡിയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഒരു കുറച്ചുകൂടെ നിങ്ങളുടെ ഡിസ്പാച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങോട്ട് പോക്കോ, സംഭവം എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ ഡിസ്പാച്ച് പറയുമ്പോഴത്തേക്കും പോയേക്കാം. നമുക്കറിയാമല്ലോ, കോണ്ടാക്ട് ചെയ്യുമായിരിക്കും. അല്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞേ, ഓഫീസിൽ എങ്ങനെയാ വെച്ചാല് ഈ സൈഡിൽ 3 പേരും ഗുരുദേവും ഇങ്ങോട്ട് തന്നെ, ഇപ്പുറത്ത് നമ്മുടെ ഗുർജിത്ത് ഈ സൈഡിൽ. അപ്പൊ ഇവിടുത്തെ 2 പേരെ ഇങ്ങോട്ട് വലിച്ച് നറുക്കൂടെ ഇട്ട് കഴിഞ്ഞാൽ 2 കമ്പനിയായി. അങ്ങനെയൊക്കെ പുതിയ പുതിയ കമ്പനികൾ തുടങ്ങണത്. അതെന്നെ അറിയോ പറയാൻ കാരണം വെച്ചാൽ പണ്ട് ഈ ഞങ്ങള് പ്രീതം എന്ന് പറഞ്ഞ കമ്പനി അമ്മമാർക്ക് വലിയ വെളിവൊന്നുമില്ല, അളിയനും കൂടെ നടത്തുന്നത്. അപ്പൊ ഇവർക്ക് എന്നാ വെച്ചാൽ ഈ ബാങ്കിലോ ഈ ടാക്സിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് വന്നു. അപ്പൊ ഇവന്മാർ വന്നിട്ട് അവസാനം ചേട്ടാ 2 മുട്ട മേടിച്ചു. എന്നാ ഈ പ്രീതം എന്നുള്ള മാറ്റി ഒരുത്തന്റെ പേര് മാൻപ്രീത്, മറ്റവന്റെ പേര് അമൻപ്രീത്. അപ്പൊ അമർന്നും പറഞ്ഞുകൊണ്ട് വേറൊരു കമ്പനി തുടങ്ങി. അപ്പം ഞങ്ങൾ ഇങ്ങനെ വെച്ചപ്പം, അതായത് ഈ കണക്ക് പൈസ ഉള്ളതുകൊണ്ട് ഇവന്മാർ ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന ഇപ്പുറത്തെ കമ്പനിയിലോട്ട്, പുതിയ കമ്പനി. അപ്പം ഞങ്ങളവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ചെറിയൊരു സെറ്റപ്പാ. ചെന്ന് ഇപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഇമാര് ദീപാവലിക്കൊക്കെ നമുക്ക് ഇതൊക്കെ തേടിച്ചു തരും. അപ്പം ഇങ്ങനെ 3-4 മേശയേ ഉള്ളൂ, 3-4 മേശയും കസേരയും. അപ്പം ഡെസ്പാച്ചർ ഇങ്ങനെ നിയമത്തിന് പറഞ്ഞു കഴിയുമ്പം അപ്പം നമ്മൾ ഈ ട്രിപ്പ് വരുമ്പോൾ പറയാം അമറിന്റെയാണ്. അപ്പം അതിന് വേറെ പാർട്ട് സ്റ്റിക്കറാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ഇതുപോലെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അമറിന്റെ ഓഫീസ് ഏതാന്ന് ചോദിച്ചു. അപ്പൊ ഈ 2 ടേബിള് അമർ, ഈ 2 ടേബിള് പ്രീത്. ഓക്കെ, 1:30 ആവുമ്പോ റെഡി ആവുമെന്നാണ് ഇവള് പറഞ്ഞത്. മറ്റവള് പറഞ്ഞ ആഫ്റ്റർനൂണിലേക്ക് റെഡിയാക്കി ഇടാനാ പറഞ്ഞെന്നാ പറഞ്ഞു. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതെ, നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം ഉണ്ടല്ലോ. അതെ. സമയം ഉച്ച കഴിഞ്ഞ് നമ്മുടെ 3:30 നമുക്ക് കൊണ്ടുപോകാനുള്ള ട്രെയിലർ ഓൾറെഡി ലോഡെല്ലാം ചെയ്ത് കാഴ്സണിൽ ഒരു വെയർ ഹൗസിൽ കിടപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കൊണ്ടുവന്ന എംറ്റി ട്രെയിലർ അവിടെ കൊണ്ടുപോയിട്ട് ആ ലോഡ് ട്രെയിലർ എടുത്തുകൊണ്ട് നമുക്ക് വിട്ടു പോവാം. അങ്ങനെ നമ്മൾ കാലിഫോർണിയ 91 വെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹൈവേ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാർക്ക് ചെയ്ത് കിടന്നിരുന്ന സ്ഥലമില്ലേ, ഫുള്ളർട്ടൺ, അവിടുന്ന് 42 കിലോമീറ്ററാണ് നമ്മളിപ്പോൾ ലോഡ് എടുക്കാൻ പോകുന്ന കാഴ്സണിലേക്കുള്ളത് കേട്ടോ. എന്തായാലും നന്നായി, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ശനി ഞായറും വീക്കെൻഡ് അല്ലേ, ഇന്നിപ്പോൾ ലോഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടാനെ. നമുക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ലോഡ് എടുത്ത് അവിടെ കിടപ്പുണ്ട്, ഹുക്ക് ആൻഡ് ഡ്രോപ്പാണ്. അതും വലിയൊരു കാര്യമായി. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ 34 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. ശരിക്കും ഈ ഫ്ലോറിഡ ഏരിയ ഉണ്ടല്ലോ അമേരിക്കയുടെ, ആ ഒരു ഏരിയനെ ഇവിടുത്തെ ഒരു ചൂടുമായിട്ട് വ്യത്യസ്തമാക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ ചൂട് പ്ലസൻ്റാണ്. നമുക്ക് ടെമ്പറേച്ചർ ലൈക്ക് നമ്മുടെ ശരീരത്തിൽ ചൂട് ഫീൽ ചെയ്യുള്ളൂ, എന്നാൽ വേർക്കുകയല്ല. പക്ഷേ ഈ ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നം കൊണ്ട് ഫ്ലോറിഡ ഏരിയയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും നനഞ്ഞിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ വിൻഡോസൊക്കെ തുറന്നു കഴിഞ്ഞാലും അടച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നീട് ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ഫോഗ് വന്നെന്ന് അറിഞ്ഞ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ്. അതിനേക്കാളും എനിക്ക് ഭയങ്കര പ്ലസൻ്റായിട്ട് തോന്നിയിരിക്കുന്നത് കാലിഫോർണിയയിലെ ചൂടാണ്. ഈ ഹൈവേ നമ്പറുകളുണ്ടല്ലോ, അതിന് ഈ ക്രോസ് പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഞാൻ ചെറിയൊരു ഓർമ്മയൊന്നാണ്. ക്രോസ് പോകുന്നതെല്ലാം 80, 40, 60, 10 ഇങ്ങനെ വിലങ്ങനെ വരുന്നതെല്ലാം മറ്റേ ഒറ്റസംഖ്യയും ഇരട്ടസംഖ്യയും അങ്ങനെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അല്ലേ. നമ്മളിങ്ങനെ താഴോട്ട് വരുന്നതെല്ലാം 95 അങ്ങനെ ആ ഒരു ഇതിലാണല്ലോ 35. അതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മള് ട്രെയിലർ ഹുക്ക് ചെയ്ത് പേപ്പർ വർക്ക് എടുത്ത് 15 മിനിറ്റ് ട്രെയിലർ സ്വിച്ച് ഇടണല്ലോ, ആ സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ പ്രഷറോട് നമുക്ക് പറയാം. ഞാനത് പണ്ടത് ഇങ്ങനെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ എനിക്കറിയാം ആദ്യം. അപ്പൊ ഇവര് ഓരോന്ന് ചെയ്തേക്കുന്നതിന് ഓരോ മീനിങ് ആയിട്ട് ഓരോ പർപ്പസ് അതിനകത്ത് ഇതുണ്ട്. അപ്പം എനിക്കൊന്ന് ഈടെ റെനി ബ്രോ ആണെന്ന് തോന്നുന്നു, റെനി നയന എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ബ്രോ ആണെന്ന് തോന്നുന്നു. അതോ ജോ ബ്രോ ആണോ? ഈടെ നമുക്ക് അയച്ചു തന്നായിരുന്നു ബ്രോ ഇതൊന്ന് പറയാന്ന് പറഞ്ഞോണ്ട്. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഇങ്ങോട്ട് കാലിഫോർണിയക്ക് വരുമ്പം വഴി തെറ്റാതിരിക്കാനും മറ്റേ സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ആ റോഡ് നോക്കി ഇൻ കേസ് GPS വർക്ക് ആയില്ലേലും വരാനുള്ള ഒരു സെറ്റപ്പ് അല്ലേ. അതായത് വഴി തെറ്റിയാൽ പോലും അപ്പൊ നമ്മുടെ ദിശ ശരിയായിരിക്കും, ഡയറക്ഷൻ ശരിയായിരിക്കും. ഇപ്പൊ എനിക്ക് നമ്മുടെ കാനഡയിൽ പോലും പലർക്കും അറിയത്തില്ല എക്സിറ്റ് നമ്പർ എന്ന് പറയുന്നത് ചുമ്മാ ഒരു നമ്പർ കീച്ചേക്കുമെന്ന് എല്ലാവരും വിചാരിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ 401 മറ്റേ മൈൽ മാർക്കർ ആണ് ശരിക്കും. ക്യൂബക്ക് തൊട്ട് 800 സംതിങ് ആണല്ലോ മൊത്തം 401 വിൻസറിൽ നിന്ന് അങ്ങോട്ടുള്ളത്. അപ്പൊ അതിന്റെ മൈൽ മാർക്കർ വെസ്റ്റും ഈസ്റ്റും പോകുന്നത് കുറഞ്ഞും. ഇൻ കേസ് എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കുന്നവർ ഇതിന്റെ തുടക്കം കൊടുക്കും കാണുന്നില്ലല്ലോ. ഇല്ല, ഈ ഇടക്കത്തെ കുറിച്ച് നമ്പർ അല്ലേ കാണുന്നുള്ളൂ. അതെ അതെ അതെ. നമ്മൾ മറ്റേ ഫ്ലോറിഡയിൽ പോയപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല ഹാർഡ് റോക്കിന്റെ മറ്റേ ഗിത്താർ പോലെ ഇരിക്കുന്ന ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ സെയിം മോഡൽ ഒരെണ്ണം പണിത് തീർന്നുകൊണ്ടിരിക്കുന്നു. ഗിത്താറിന്റെ മോഡലിൽ തന്നെ എനിക്ക് ആ സെയിം മോഡലിന്റെ തന്നെ ആയിരിക്കും. അതിന്റെ അകത്ത് തന്നെയാ മറ്റേ നമ്മുടെ മറ്റേ ആ ഒരു MGM-ന്റെ ഒക്കെ കഴിഞ്ഞ അപ്പുറം ആ ഒരു ഇടയ്ക്കാ. അപ്പൊ രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ അതൊരു ഇങ്ങനെ മറ്റേ ക്രെയിനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഞാൻ നോക്കുമ്പോ അത് അതേ പരുവത്തിൽ തന്നെയാ സെറ്റ് ചെയ്യുന്നത്. അടിപൊളി. ഹാർഡ് റോക്ക് ഭയങ്കര വേൾഡ് ഫേമസ് സാധനല്ലേ. റിസോർട്ടുകളും ഉണ്ട്, കഫേകളും ഉണ്ട്. റോക്ക് മ്യൂസിക് ആണ് അവരുടെ തീം. ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്, മേജർ സിറ്റികളിലല്ല എല്ലായിടത്തും ഉണ്ട്. സാധനം അവിടെ ഇപ്പുറത്തെടുത്തിട്ടേക്കാണെങ്കിൽ സൗകര്യമായിരുന്നു. അതെ, പിന്നെ പേപ്പർ മേടിച്ചാൽ മതി. അതെ, ഇതേടക്കം സിറ്റി ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കുക നോക്കി. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും നമുക്ക് തന്നെ താങ്ങാം. ഇന്ത്യക്കാരനാ, അവനോട് ഇച്ചിരി മാറ്റിയിടാൻ പറയാം. അവന്റെ ആ ഇടയിലൊക്കെ സ്ഥലമുണ്ട്. ഏതാ? ഇവിടെയോ? ഈ യൂട്ടേക്ക് കൊടുത്തുണ്ട് കണ്ടോ. അവനോട് പറയാം നിങ്ങൾ ഞാൻ വളയ്ക്കാം, യൂട്ടേൺ ഇടാം. അല്ലാതെ ഇട്ടാ മതി. അവനോട് ഇച്ചിരി കയറ്റിയിടാൻ പറഞ്ഞാൽ മതി. അവനോട് നമുക്ക് വലിച്ചിടാം. പേപ്പർ വർക്ക് ക്ലിയർ ആവാൻ നിൽക്കുക. അവന്റെ ഓൺ ഡ്യൂട്ടി ട്രെയിലർ സ്വിച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കി വെച്ചിട്ട് അല്ല, ഇത് ലോഡിംഗ് ആണ്. അവര് വന്ന് മറ്റേ GPS ഇട്ട് സീലും ഇട്ടിട്ടാ നമുക്ക് പേപ്പർ വരുള്ളൂ. അതാ പറഞ്ഞത്. അത് പോയി നമുക്ക് നോക്കാം. വണ്ടി ഇവിടുന്ന് ശാലം കയറ്റി ഇട്ടേച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി മറ്റേ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്കൊന്ന് ഫ്രണ്ടിൽ പോയി ചുമ്മാ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോലെ മുട്ടിയില്ല എന്നുള്ള രീതിയിൽ ഇട്ട് വെച്ചേക്കാം. കിടന്നാൽ മതി. അപ്പൊ മക്കളെ പോയിട്ട് അടുത്ത ആഴ്ച വരാം. പുത്തൻ സാധനം കിടക്കട്ടെന്ന്. അവിടെ വരെ ഒന്ന് നടക്കാം. നിങ്ങൾ അങ്ങോട്ട് വണ്ടി എടുത്തു. ആയിക്കോട്ടെ. പിടിക്കണോ? പിടിച്ചോ. ഫ്രണ്ടിൽ നിന്ന് വേണോ ബാക്കിൽ നിന്ന് വേണോ? എങ്ങനെ സാറിന്റെ ഇഷ്ടം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ട്രെയിലർ നമ്മളിവിടെ ഇട്ടിട്ട് ഈ കാണുന്ന 5126 എന്ന് പറയുന്ന ട്രെയിലർ നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. ഏറ്റവും പഴയത്. ലോഡെല്ലാം സെറ്റാന്നല്ലേ പറഞ്ഞേ? നമ്മളെ പ്രേക്ഷകരെയും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. അനങ്ങുന്നുണ്ട്. മറ്റേ ലോ ഗിയറിലാന്നോ? മനസ്സിലായി.
നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ട് ദേവസ്യാസിനെ കൊണ്ട് ഫുള്ള് പണിയെടുപ്പിച്ചിട്ട് ഞാൻ ചുമ്മാ ഫോട്ടോയും വീഡിയോ എടുത്ത് നടക്കാം. അവരുടെ ആ ഒരു ധാരണ മാറ്റാനെങ്കിലും ഞാൻ വേണം ഒന്ന് കൈ തൊടാട്ടോ. സെറ്റാക്കി എളുപ്പമാക്കി തന്നു. ഞാൻ കൈ തൊടാഞ്ഞിട്ടല്ല കേട്ടോ, നമ്മുടെ ദേവസ്യാസിന് ഒരു കാര്യം തുടങ്ങിയാൽ അതങ്ങ് തീർക്കാതെ വിടാൻ പറ്റുമല്ലോ, അതുകൊണ്ടാ. പിന്നെ ഞങ്ങൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചെയ്യുന്നു നീ ചെയ്യുന്നു അങ്ങനെയൊന്നും കൺസെപ്റ്റ് ചെയ്യാറില്ല അല്ലേ ദേവസ്യാസ? ആ ഇത് സെറ്റ് നമ്മുടെ ലാൻഡിങ് ഗിയർ പരിപാടിയെല്ലാം കഴിഞ്ഞ് വാഷവും ഉപയോഗിച്ച് പേപ്പർ വർക്കൊക്കെ മേടിച്ച് നമുക്ക് സ്ട്രാപ്പ് കൊടുക്കണം 2 അല്ലേ? നമുക്ക് ഇടണം, നമുക്ക് വലിച്ചിടുമ്പോ നമുക്ക് തന്നെ കിട്ടേക്കാം. ആ അതെ അതെ. ഓക്കെ ഇത് കൊടുത്തേ എല്ലാം കിട്ടിയോ? പിക്ചർ എടുത്തിട്ടുണ്ട്. ഈ 2 പേപ്പർ അതേപോലെ തന്നെ ഈ ഇതേ ഉള്ളൂ ഡെലിവറി ഓർഡർ. ഓക്കെ ക്ലോത്തിങ് ഓക്കെ ശരി. നമുക്ക് വേണ്ട പിക്ചറൊക്കെ സാർ എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ഇതിട്ടായിരുന്നോ ഏതാ സ്റ്റാപ്പ്? സ്റ്റാപ്പ് ഞാൻ അപ്പുറത്തെ അതിൻ്റെ അകത്ത് 2 എടുത്തിട്ട് അതിനകത്ത് 2 മതി. അതായിട്ടുണ്ട്. ആ സെറ്റ്. ഫ്രിഡ്ജിൽ 2 വെള്ളം പറ്റുന്നത്. കാരണം നിങ്ങൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഉണ്ടോ 45 ഡിഗ്രി സെൽഷ്യസ്. എന്തായാലും പേപ്പർ വർക്ക് ക്ലിയറൻസിന് വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അതിൻ്റെ അകത്ത് ട്രെയിലർ നമ്പർ റോങ് ആയിട്ട് അവർ മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേവസ്യാച്ചൻ വീണ്ടും തിരിച്ച് ഓഫീസിലേക്ക് പോയേക്കുക. നമ്മൾ ഡോക്കിൽ തന്നെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഓടി വരുന്നുണ്ട്, പേപ്പർ സെറ്റ് ആക്കിയെന്നോ. സാറിന് മാറി തന്നെ സൈൻ ചെയ്യാൻ പാടില്ലായിരുന്നോ? ആണോ? അമ്മ ഷൂന്നല്ലോ. അത് ഒന്നുകൂടെ നോക്കിക്ക്. ഞാൻ എന്റെ 51, 26 ആക്കിയിട്ടുണ്ട്. വേറെ വേറൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ അതൊന്ന് അവരെ ആദ്യം വിട്ടേക്കുന്നതൊന്ന് മാറ്റി. അത് ഞാൻ വിട്ടില്ല, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഔട്ട് ബോക്സിൽ കിടക്കുമായിരുന്നു, പോയില്ലായിരുന്നു. ഓക്കെ അയച്ചേക്കാം. ആയിക്കോട്ടെ. അവള് റിപ്ലൈ വന്നിട്ടാ പേപ്പർ വർക്ക് റിസീവ്ഡ് ആന്ന്. ഓക്കെ. അതിൻ്റെ സാറേ നമ്മൾ ഇന്നലെ മറ്റേ വയോമിങ്ങിൽ കൂടെ വന്നപ്പോഴത്തേക്ക് അവിടെ വേലി കെട്ടി വെച്ചേക്കണ എന്നാ സംഭവം എന്ന് നമ്മൾ ചോദിച്ചിട്ട് പശുവിനെ വന്ന് ചാരി വെക്കാനാന്ന് പറഞ്ഞില്ലേ? നിങ്ങളാ പറഞ്ഞേ. സാറ് നൈസായിട്ട് എന്നെ ഒറ്റപ്പെടുത്തിയല്ലേ? അല്ല, അത് പറഞ്ഞത് ആരാന്നുള്ളത് വ്യക്തമാണ്ടേ? അക്കോർഡിംഗ് ടു യുവർ ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും ഒറേലിയ വോയേജ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കിന്ന് അതിൻ്റെ പ്രോപ്പർ ഡീറ്റെയിൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ആള് പറയുന്നത് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഹൈവേയുടെ സൈഡിൽ ബ്ലോയിങ് സ്നോയ്ക്ക് പോസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഈ വിൻഡിന്റെ ശക്തി കുറയ്ക്കാൻ ഈ ബ്ലോയിങ് സ്നോനെ അവിടെ വെച്ച് തടഞ്ഞ് റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാനും അപ്പോൾ ബ്ലാക്ക് ഐസ് ഉണ്ടാകാനല്ല ഈ ഐസ് റോഡിലാക്കി വൈറ്റ് ഔട്ട് ആവാനുള്ള സാധ്യത കുറയല്ലോ ഈ ഫെൻസ് തടഞ്ഞ് ആ വിൻഡിന്റെ സ്വാഭാവികമായിട്ടുള്ള ഇത്. അതിനാണ് ശരിക്കും ആ സംഭവം. അപ്പം ഒറേലിയ വോയേജ് താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഒറേലിയ വോയേജ് നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമന്റ് കാണുന്നത്. താങ്ക് യു. സാറേ നമുക്ക് പോയാലോ? പോയേക്കാം. ഓക്കെ സെറ്റ്. നിങ്ങളോട് ആദ്യം ചോദിച്ചാൽ പശു എന്ന് പറഞ്ഞേക്കല്ലേ? അതും ഞാൻ ചോദിച്ച പോലെ വേറെ ആരോടോ നിങ്ങൾ ചോദിച്ചു. ആ പുള്ളി ഇതുപോലെ പശു എന്ന് പറഞ്ഞു. 10 പേരോട് പറഞ്ഞത് ഇനിയിപ്പം അല്ല, ഇത് സംഭവം എന്നാന്ന് വെച്ചാൽ ഇതുപോലെ വിൻഡ് ഉള്ളപ്പോ പശു അതാവുന്ന ചാരി നിൽക്കാറുണ്ട്, അത് വേറെ കാര്യം. അവര് കാണാത്ത ഒരു കാര്യം നമ്മൾ കണ്ടെന്നുള്ളതാണ്. അല്ല എല്ലേലും ഈ കയ്യല ചാരി നിൽക്കുന്നത് നമുക്കൊരു വർത്താനൊക്കെ പറയുമ്പോ ഒരു സപ്പോർട്ട് നല്ലതാണല്ലോ. അത് ശരിയാ. ഉദ്ദേശം വേറെ ആണെങ്കിലേ. നമ്മള് പുതിയ സാർ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? നമ്മള് പുതിയൊരു വീഡിയോയുടെ ആംഗിള് ട്രൈ ചെയ്യാം. ഇതിന് POV ഷോട്ട് എന്നാ പറയുന്നത്. റബ്ബർ വെട്ടാൻ നേരത്ത് തലയിലല്ലേ?
അപ്പൊ ഇത് ഈ ഒരു ആംഗിൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് കമന്റ് ഉണ്ടായിരുന്നു. ഇതിന് വ്യത്യാസമുണ്ടോ? അപ്പൊ ഇതാകുമ്പം ഇവിടെ ഈ ഒരു ഏരിയ കാണാം, ചിലപ്പോൾ നമ്മുടെ ഡാഷ് കൃത്യമായിട്ട് കാണാം, പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേക്കും രണ്ട് സൈഡും കാണാം. അതൊക്കെ അവർക്ക് കുറച്ചുകൂടെ കണക്ട് ആവുന്നുണ്ടെന്ന് വീഡിയോ ഗെയിം കളിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. വേണം ഒരു ഒറ്റ ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ കണ്ടിന്യൂസ്. അല്ല ഇതിങ്ങനെയും നമ്മൾ ഈ ഇത് കാണാൻ പറയാ 360 ആംഗിൾ എന്നൊക്കെ പറഞ്ഞ വരികയാണ്. അല്ല ഇങ്ങനെ മച്ചാൻ പള്ളി ഉണ്ടല്ലോ അവിടെ. അയ്യോ അമ്പോ മാറോ അതൊക്കെയോളൂ.